പാലക്കാട്ട് വലിയ ആഘോഷം നടക്കുകയാണ്. ഗോകുൽ വി എസ് ഉണ്ട്. ഗോകുൽ, ഈ തമിഴ്നാട്ടിലെ അധികാര കൈമാറ്റം, വിജയുടെ ഉദയം, മുതലമേച്ചർ പദവിയിലേക്ക് വിജയ് ഉയർത്തപ്പെടുമ്പോൾ അതെങ്ങനെ പ്രതിഫലിക്കുന്നു പാലക്കാട്? പാലക്കാട് വിജയ് ആരാധകർ രീതിയിലുള്ളൊരു ആഘോഷ പ്രകടനമാണ് പാലക്കാട് അരോമ തിയേറ്ററിന് മുന്നിൽ നടക്കുന്നത്. പാലക്കാട് നമുക്കറിയാം തമിഴ് സിനിമകളുടെ വിളനിലമാണ്. എന്താണ് അണ്ണൻ സി എം പോസ്റ്റ് തൂക്കി, വിജയ് സി എം ആയി തൂക്കി തൂക്കി അണ്ണൻ തൂക്കി, വിജയുടെ പച്ച കുത്തിയിട്ടാണ്, ചിത്രം പച്ച കുത്തിയിട്ടാണ് ഇത് ഇപ്പൊ കുത്തിയത്. എന്റെ അണ്ണൻ സി എം നാളായി കുത്തിയിട്ട് സി എം സ്പെഷ്യലാണോ അത്? 6 കൊല്ലം മുന്നേ കുത്തിയതാ. ഞങ്ങളൊക്കെ അണ്ണന് ഞങ്ങളുടെയൊക്കെ ഉച്ചിരിലെ വിജയണ്ണം കൂടിയിരിക്കുന്നുണ്ട്. 30 വർഷത്തെ സാമ്രാജ്യമാണ് അപ്പൊ ഇപ്പോൾ നിറവേറ്റിയിരിക്കുന്നത്. ഇനി തമിഴ്നാട്ടിലെ വിജയ് ഭരിക്കും. ജോസഫ് സി വിജയ് എന്നും ഞാൻ തമിഴ്നാട്ടിൽ മുതമച്ചറാകാൻ പണിയേറ്റ് മക്കൾ പണിയിൽ ഈടുപെടുവൻ. തളപതി നമുക്കിവിടെ അറിയാം വലിയ രീതിയിൽ വിജയ്ക്ക് ഒരുപാട് ആരാധകരുള്ള സ്ഥലമാണ്. കുറെ ആളുകൾ ഇപ്പോൾ പിന്നിലൂടെ നാസിക് ഡോളൊക്കെ കൊട്ടി തന്നെ ഒരു വലിയ രീതിയിൽ വിജയുടെ ഈ മുഖ്യമന്ത്രിയായതിനു ശേഷം പാലക്കാട്ട് വിജയ്ക്ക് ആശംസ അർപ്പിച്ചുകൊണ്ട് വലിയ ആവേശമാണ്. നമ്മൾക്ക് ആരാധകർക്ക് വളരെയേറെ സന്തോഷമാണ്. ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ ആരാധനയല്ല, ചെറുപ്പം മുതൽ തുടങ്ങിയ ആരാധനയാണ്. ചെറുപ്പം മുതൽ പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതൽ അതിനൊരു ഫ്ലാഗ് തുടങ്ങി, വിജയ് മക്കളേക്കം എന്നൊരു സംഘടന തുടങ്ങി ഞങ്ങൾ. അതിലുപരി ഞങ്ങൾക്ക് അതിനുശേഷം ഒരു ഫ്ലാഗ് വന്ന TVK എന്നൊരു ഫ്ലാഗ്. പലരും പറഞ്ഞു ഇതിൽ CM ആവില്ല, വിജയ് തോറ്റുപോകുമെന്ന്. പക്ഷേ ഭൂരിപക്ഷത്തോടെ 108, 120 ഭൂരിപക്ഷത്തോടെ വിജയണ്ണൻ തമിഴകത്തെ CM ആയിരിക്കുകയാണ്. സി ജോസഫ് വിജയ്, ചീഫ് മിനിസ്റ്റർ ഓഫ് തലപതി. ഇത്തരത്തിൽ തന്നെ വലിയ ആഘോഷത്തിലും ആവേശത്തിലൊക്കെയാണ്. അന്ന് തമിഴ്നാട് കുറച്ച് ജനങ്ങളൊക്കെ മരിച്ചു. പക്ഷെ അണ്ണൻ ജയിക്കില്ല എന്ന് വിചാരിച്ചു. 2024 അണ്ണൻ പാർട്ടി രൂപീകരിച്ചു. ഇപ്പൊ 2026 പാർട്ടി മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥി മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇതുവരെ ആവെന്ന് വിചാരിച്ചില്ല. ഇത്തരത്തിൽ നിരവധി ആളുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പ്രതികരണം എടുത്തു. എന്താണ് ഇതിനേക്കാൾ സന്തോഷം വേറെ ഒന്നുമില്ല. തമിഴ്നാടിന് കിട്ടിയ ഏറ്റവും വലിയ വിജയമാണ് വിജയ് എന്ന് പറയുന്നത്. ആ മനുഷ്യൻ സിനിമാ ഫീൽഡിൽ വന്നപ്പോ തൊട്ട് ഇപ്പൊ ഈ വലിയ ആവേശത്തിലാണ് നിങ്ങളൊക്കെ. ആവേശം പറഞ്ഞ ഒരു ഒന്നൊന്നര ആവേശം. ഇതിനേക്കാൾ വേറെ ആവേശം നമുക്ക് ഇനി വേറെ ഇല്ല. ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. അതെ അതെ, ഏറ്റവും ഏതൊരു മാസ്റ്റർ പീസ് പടം ഇറങ്ങുന്നതിൽ അടിപൊളി സന്തോഷമാണോ? ശരിക്കും പറഞ്ഞ ഒരു 3 മണിക്കൂർ പടം പോലെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അടക്കം എല്ലാം നമ്മുടെ ആളുടെ തന്നെ. അല്ല, വിജയുടെ സിനിമ ഇറങ്ങണേക്കാളും ആവേശമാണോ? സിനിമ ഇറങ്ങുന്നതിനേക്കാൾ ആവേശമാണ്. എന്നാലും സിനിമയിൽ ഇല്ലാത്ത ഒരു ചെറിയ വിഷമമാണ് നമുക്ക് പ്രശ്നമില്ല. ആ ക്ഷീണം നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മൾ തീർത്തോളൂ. സിനിമയിൽ ഇനി അധികം സജീവമാകത്തതിന്റെ ഈ ക്ഷീണമൊക്കെ ഈ CM പോസ്റ്റിൽ തീർക്കും. അതെ അതെ, നമ്മൾ തീർക്കുന്നതാണ്. 100% തീർക്കുന്നതാണ്. നമുക്ക് സിനിമയില്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ അത് അങ്ങനെ ഈ രാഷ്ട്രീയ പ്രവർത്തനോട് നമ്മൾ തീർക്കുക. ഇവിടെ തീർച്ചയായും കൊണ്ടുവരും. പിന്നാലെ ഉണ്ടാവും നമ്മളെല്ലാവരും. വിജയ് ഇങ്ങോട്ടൊക്കെ ശരി, വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുന്നതിന്റെ വലിയ സന്തോഷം പാലക്കാടും പ്രകടമാണ്. തമിഴക രാഷ്ട്രീയവുമായി പാലക്കാടിനും വലിയ ബന്ധമുള്ളതാണ്. MGR അടക്കം. അങ്ങനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മാറ്റം പാലക്കാട്ടും പ്രതിഫലിക്കുന്നു. ഒപ്പം താരം എന്ന നിലയിൽ ആരാധകരുടെ വലിയ സന്തോഷം കൂടി പ്രകടമാവുകയാണ്.